ഹായ് എവരി വൺ. അപ്പോൾ ഇത്തവണത്തെ ഓണം നമുക്കിങ്ങ് വന്നെത്തി. ഇത്തവണത്തെ ഓണത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബിക്കോസ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണമാണിത്. ഇത്തവണത്തെ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നത് വരുണിൻ്റെ വീട്ടിൽ വെച്ചാട്ടോ. അപ്പോൾ അമ്മീനെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വകയാണ് പരിപ്പ് പായസം. അപ്പോൾ അങ്ങനെ പരിപ്പ് പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മമ്മി എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചുക്കും പഞ്ചസാരയൊക്കെ കൂടി മമ്മി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പായസം ശരിക്കും പായസം ആവുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജില്ലേ, അതായത് പാലൊന്നും ഒഴിക്കാത്തൊരു അതിനിങ്ങനെ വഴറ്റുന്ന സമയത്തുള്ള സ്റ്റേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പായസം കഴിക്കുന്നതിനേക്കാളും. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇടയ്ക്കത് എടുത്തുകൊണ്ട് പോയി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ പായസത്തിലോട്ട് 3-ാം പാൽ ചേർത്ത് കൊടുത്തു, 2-ാം പാലും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അതിനൊന്ന് ഇളക്കണം, കുറുകി വരണം. പിന്നെ അതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ കൂടെ നമ്മൾ എള്ളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1-ാം പാലും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്നവരെ അതിനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. ഇനി അവസാനത്തെ പരിപാടിയാണ് ഈ പറയുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ കൂടി ഒന്ന് വിതറിയിടുക എന്നുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. അങ്ങനെ നമ്മുടെ പായസത്തിലോട്ട് കിസ്മിസും കശുവണ്ടും ഒക്കെയാണ് മമ്മി ഇപ്പം ഇടുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം പഴം പായസം കൂട്ടി ഒരു പിടിയുണ്ട്. ഓഫ്, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.